ആ വാടക വീട്ടിൽ താമസിച്ചപ്പോ കുറച്ച് മനസ്സമാനെങ്കിലും ഉണ്ടായിരുന്നു. ഈശ്വരമംഗലത്തെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഉള്ള മനസ്സാമാനം കൂടി പോയി. മോനെ ഒന്ന് പതുക്കെ പറ. ഭൈരവിയമ്മയും വസുവൊക്കെ പുറത്തുണ്ട്. മോശാടാ മോനെ. ഭൈരവിയമ്മ കാണിച്ചു കൂടുന്നൊക്കെ പിന്നെ ഗംഭീര കാര്യങ്ങളാണല്ലോ. അമ്മ ഇവളെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്തുകയാണെന്നേ. എന്റെ ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നോക്ക്, ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാ ഭൈരവിയമ്മ ഇങ്ങോട്ട് വന്നത്. ആ സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. ഭൈരവിയമ്മ വന്നത് ഓണം ആഘോഷിക്കാനൊന്നുമല്ല, അധികാരം കൈമാറ്റം ചെയ്യാനാ. വസുന്ധരാമ്മയെ രാജ്ഞിയായിട്ട് വാഴിക്കണമെന്നുണ്ടൽ അതായിക്കോളൂ. ആർക്കും ഒരു എതിർപ്പുമില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാൽ നടത്തിയിട്ട് വേഗം പോവാൻ പറ. ഇവൻ ഇതെല്ലാം നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? പിന്നെ ഇടപെടാതെ പാതിരാത്രിക്ക് ചൂട് ചോറും പരിപ്പ് കറിയും പപ്പടവും നെയ്യും ഒലക്കട മൂടും സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഭൈരവിയമ്മ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. പ്രായമായ സ്ത്രീയല്ലേ, ഇഷ്ടഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാ അതുണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ടല്ലോ. നീ വലിയ സർവ്വസഹായൊന്നും ആവേണ്ട നിധി. എനിക്കത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് മനഃപൂർവ്വമുള്ള പീഡനമാണ്. ഗൗതം പ്ലീസ് പറയുന്നൊന്ന് കേൾക്ക്. ഇവിടുത്തെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. ഗൗതം മുറിയിലേക്ക് പോയി. ഞാൻ പോയി തന്നേക്കാം, എന്താന്ന് വെച്ചാൽ അയക്കൂ. അല്ല പിന്നെ മോളെ, ഇതെല്ലാം കൂടി നീ എപ്പോ ഉണ്ടാക്കാന്? നമുക്ക് തുടങ്ങാം വാ. അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അമ്മ പോയേ, ഈ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒറ്റയ്ക്ക് എങ്ങനെയാ? ഞാനും കൂടി സഹായിക്കാം. അമ്മയും കൂടി ഇനി ഇവിടെ നിന്നാലും അരി വേവാനും പരിപ്പ് വേവാനും ഒക്കെ അതിൻ്റെതായ സമയം എടുക്കും. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അമ്മ പോയേ. എന്നാലും നീ ഒറ്റയ്ക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. പോയേ. ഇനി തലവേദന കൂടിയാലേ പിന്നെ ഉറങ്ങാനും പറ്റാതാവും. ചെന്നേ വേഗം. ഈ പരിപാടി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. വസുന്ധരാന്റിയുടെ വക അടുത്ത പണിയിറക്കും. ഒരു മറുപടി കൊടുത്തേ പറ്റൂ. നീ പാല് കുടിക്കും. എന്താ ശിവാനി നീ കാണിച്ചത്? എന്തിനാ പാല് തട്ടി കളഞ്ഞ്? ഇന്നത്തെ ദിവസം നീ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഓർക്കണം. ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി പാലും കൂടി കുടിച്ചാൽ ദഹിക്കൂല എനിക്ക്. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഹോട്ടലിൽ കയറിയത്. ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്തു. അവസാനം കാശ് കൊടുക്കാൻ വേണ്ടി ആ കാർഡ് എടുത്ത് നോക്കിയപ്പോഴാ എന്റെ എല്ലാ കാർഡും ബ്ലോക്ക് ചെയ്തേക്കുന്നു. അമ്മയ്ക്കറിയോ, കൈ കിടന്നൊരു മോതിരം ഊരി കൊടുത്തിട്ട് നാണം കെട്ട് തല കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയായി പോയെന്നറിയോ? ആ നിധിയായിരിക്കും പ്രണവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നിധി പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യോ? കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ. എടി മോളെ, ആലോചിച്ചിട്ടേ വിളിക്കാവൂ. എടുത്ത് ചടി ഒന്നും ചെയ്യരുത്. ഇനിയൊന്നും ആലോചിക്കാനില്ല. കട്ട് ചെയ്തൊന്നരുത്, ഞാൻ പിന്നെ വിളിക്കൂലെന്നാണോ നീ കരുതിയേ? കാണിച്ചു തരാം ഞാൻ. നീ എടുക്കുന്നവരെ വിളിക്കും ഞാൻ. എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നേ? എന്റെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എന്തിനാ ബ്ലോക്ക് ചെയ്തത്? പിന്നല്ലാതെ നിന്റെ അക്കൗണ്ടിൽ കുറച്ചുകൂടെ കാശോടെ ഇട്ട് വന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറയണോ? നീ ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതിന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ വിളിക്കാൻ വേണ്ട. പ്രണവേ, ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി എന്ന് കരുതി ഞാൻ പ്രണവിന്റെ ഭാര്യ ഇല്ലാതാവോ? ചെറിയ തെറ്റാ? എടി, ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ എങ്ങനെ മനസ്സ് വരുന്നത് നിനക്ക്? നിന്റെ കയ്യിലിരിക്കുന്ന കാർഡുകളുടെ അക്കൗണ്ട് എന്റെ പേരില. എന്റെ പേരിലുള്ള ഒരു സൗഭാഗ്യവും നീ ഇനി അനുഭവിക്കാൻ പാടില്ല. കാർഡ് ബ്ലോക്ക് ചെയ്താൽ ഞാൻ എങ്ങനെ ജീവിക്കും? അതേക്കുറിച്ച് എന്താ പ്രണവ് ആലോചിക്കത്തെ? നിനക്ക് ഭ്രാന്തല്ലോ ഉണ്ടാ? നീ എങ്ങനെ ജീവിക്കുമെന്ന് അറിയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നീ എങ്ങനാ പോ, അതൊന്നും അറിയേണ്ട കാര്യമൊന്നും എനിക്കില്ല. പ്രണവ് ഒരു കാര്യം മനസ്സിലാക്കണം. പ്രണവിനെ മാത്രം വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിച്ച് കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. ഞാൻ ചെയ്തൊരു തെറ്റ് പ്രണവിനൊന്ന് പുറത്തൂടെ? നീ എന്ത് തെറ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ. ലോകത്ത് ഒരാണും സഹിക്കാത്ത തെറ്റായിരുന്നെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ ആലോചിച്ചേനെ. പക്ഷെ ഇത്
എനിക്ക് കുഞ്ഞുങ്ങൾ പിറക്കാൻ പോകുന്നു പറഞ്ഞിട്ടാ നീ എന്നെ പറ്റിച്ചേ. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു അറിഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച സന്തോഷം എത്രത്തോളാണെന്ന് നിനക്ക് അറിയാവോ? അറിയാവോ നിനക്ക്? അറിയാവോന്ന്? എന്റെ മക്കളെന്നെ അച്ഛന്ന് വിളിക്കുന്ന കേൾക്കാൻ കൊതിച്ചിരുന്നവനാ ഞാൻ. എന്റെ എല്ലാ സ്വപ്നങ്ങളെ കുഴികുത്തി മൂടിയിലേടി നീ. ഇതാണാണ് നിന്റെ ഭാഷയിലെ ചെറിയ തെറ്റ്. നിന്നെ ഞാൻ കൊന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷമോ നീ? മേലാൽ എന്റെ ഫോണിൽ വിളിച്ചു പോയിരുന്നു. വെക്കടി ഫോൺ. എനിക്ക് ജീവിക്കാൻ പണം വേണം. ഞാൻ അതിന് എന്താ ചെയ്യണ്ടേ? നീ എന്തോ ചെയ്യും എനിക്കറിയണ്ടെന്ന് പറഞ്ഞില്ലേ? കാർഡ് ബ്ലോക്ക് ചെയ്യാൻ ചേട്ടത്തിയായിരിക്കും ഉപദേശിച്ചു തന്നത്. എന്റെ ബാങ്ക് കാർഡുകൾ ബ്ലോക്ക് ചെയ്യുന്നതോടെ ഞാൻ അങ്ങോട്ട് അടങ്ങൂന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നീ നോക്കിക്കോ പ്രണവേ, ഇനി കളിയങ്ങ് മാറാൻ പോവാ. ഞാൻ മുഴുവൻ മീഡിയാസിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഈശ്വരമംഗലത്തെ പ്രണവ് ഗോപിനാഥ് പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് ചതിച്ചു എന്നും പറഞ്ഞ് ഒരു പത്രസമ്മേളനം അങ്ങോട്ട് നടത്തും. നീ മാത്രമല്ല, നിന്റെ കുടുംബമില്ലേ അങ്ങ് കൊമ്പത്തെ ഈശ്വരമംഗലം. ആ ഈശ്വരമംഗലത്തെ തന്നെ ഞാൻ സമൂഹത്തിന് മുന്നിൽ മാക്സിമം നാറ്റിക്കും. അത് വേണ്ട എങ്കിൽ തൽക്കാലം ഒരു കാര്യം ചെയ്താൽ മതി. എന്റെ കാർഡുകളുടെയൊക്കെ ബ്ലോക്ക് നീ മര്യാദയ്ക്ക് മാറ്റിക്കോ. അത് കഴിഞ്ഞ് ആലോചിക്കുക അടുത്ത് എന്ത് വേണമെന്ന്. നീ പ്രസ് മീറ്റ് വിളിക്കോ മൈക്ക് കെട്ടിച്ച് വിളിച്ച് പറയോ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്ത് നേരിടാൻ തയ്യാറായിട്ട് നിൽക്കോ ഞാൻ. വെക്കടി ഫോൺ. ഹലോ, മോളെ എന്താ? ആ നിധിയുടെ സ്ക്രൂവിനനുസരിച്ച് തുള്ളുക നീ. കാണിച്ചു തരാൻ ഞാൻ.